ഇത്തവണ NCERT ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് തീരുമാനിക്കും. സോ അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് എക്സാമിന് വരാൻ പ്രോബബിൾ ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഫ്രം ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. നോക്കൂ നിങ്ങൾ, റൈറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോകുന്നത് മക്കളെ. ഈ ഒരു ആൽക്കീനിലേക്ക് ഞാൻ HBr ആഡ് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗ് ഡസ് നോട്ട് അണ്ടർഗോ അഡീഷൻ, കാരണം അത് അത്രയും അരോമാറ്റിക് ക്യാരക്ടറുള്ള ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള റിംഗ് ആണ്. ഓക്കെ, സോ ഈ ഒരു ആൽക്കീൻ പാർട്ടിലാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ടാണ് HBr ആഡ് ചെയ്യേണ്ടത്. HBr നമുക്ക് H+ ഉണ്ട്, Br- ഉണ്ട്. ഏത് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യുക? മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിച്ച് ആഡ് ചെയ്യുക. ഈ കാർബണിൻ്റെ മുകളിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എന്നാൽ ഈ കാർബണിൻ്റെ മുകളിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. സോ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് Br- ചേർക്കുക, മറ്റേതിലേക്ക് H+ ചേർക്കുക. സോ ഇതാണ് പ്രോഡക്റ്റ്. റെഡിയാണ്? അടുത്ത CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 + HCl. അപ്പോഴും മക്കളെ HCl ആഡ് ചെയ്യേണ്ട മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിക്കുക. H+ and Cl-. സോ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് Cl-, അടുത്തതിലേക്ക് H+ ചേർത്ത് കൊടുക്കുക. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കുക. സോ 2-chloro-butane ആണ് പ്രോഡക്റ്റ്. ഇതാ മക്കളെ, ഇതാ ഈ ഒരു ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡ് പ്രസൻസിൽ ആഡ് ചെയ്യുമ്പം അഡീഷൻ ടേക്സ് പ്ലേസ് അഗെയിൻസ്റ്റ് മാർക്കോണിക്കോഫ് റൂൾ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, എന്നാൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. സോ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കാണ് Br- ജോയിൻ ചെയ്യേണ്ടത്, ഇവിടേക്ക് H+ ജോയിൻ ചെയ്യുക. സോ ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. റെഡിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഹാലജൻ കോമ്പൗണ്ട്സ് വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ. SN2 റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാ? പ്രൈമറി ഗ്രേറ്റർ ദൻ, സെക്കൻഡറി ഗ്രേറ്റർ ദൻ, ടെർഷ്യറി എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യം തന്ന പെയറിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തത് ഈ കാർബണിൻ്റെ മുകളിലാണ്, വിച്ച് ഈസ് ബോണ്ടഡ് ടു ഓൺലി 1 കാർബൺ. സോ ദിസ് ഈസ് എ പ്രൈമറി ഹാലൈറ്റ്. എന്നാൽ രണ്ടാമത് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തത് ഈ കാർബണിലാണ്, വിച്ച് ഈസ് ബോണ്ടഡ് ടു 2 other കാർബൺ. ദാറ്റ് ഈസ് കോൾഡ് എ സെക്കൻഡറി ഹാലൈറ്റ്. പ്രൈമറി ഹാലൈഡ് ആണോ സെക്കൻഡറി ഹാലൈഡ് ആണോ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN2 എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും പ്രൈമറി ഹാലൈഡ്. അപ്പോൾ ഇതാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. അടുത്ത സെറ്റ് ഒന്ന് നോക്കൂ മക്കളെ. അടുത്ത സെറ്റിൽ അയഡിൻ അറ്റാച്ച് ചെയ്ത കാർബൺ, ഇറ്റ് ഈസ് ബോണ്ടഡ് ടു ഓൺലി 1 കാർബൺ, പ്രൈമറി ഹാലൈഡ് ആണ്. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ, ഇറ്റ് ഈസ് ബോണ്ടഡ് ടു ഓൺലി 1 കാർബൺ. അപ്പോൾ രണ്ടും പ്രൈമറി ഹാലൈഡ് ആണ്. അപ്പോൾ ഹാലജൻ ആറ്റങ്ങളിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് ആണോ ആൽക്കൈൽ അയഡൈഡ് ആണോ കൂടുതൽ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുക? അത് SN1 ആയാലും SN2 ആയാലും ആൽക്കൈൽ അയഡൈഡാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. കാരണം അയഡിന് സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാകുമ്പോൾ ബോണ്ട് ലോങ്ങർ ബോണ്ടായിരിക്കും. ലോങ്ങർ ബോണ്ട് വീക്ക് ആയിരിക്കുമല്ലോ, അപ്പോൾ എളുപ്പം ബ്രേക്ക് ആവുകയും എളുപ്പം നമുക്ക് ന്യൂക്ലിയോഫൈൽ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യും. റെഡിയാണ്? അപ്പോൾ ഗിവൺ ആൽക്കൈൽ ഗ്രൂപ്പിൽ ആൽക്കൈൽ അയഡൈഡ് ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. ഓക്കെ, അത് SN1-ലും അതെ SN2-ലും അത് തന്നെയാണ് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ? കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഇനി കൂടാതെ ഇന്ന് വരാൻ പോകുന്ന ലൈവിൽ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിലും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഇന്ന് നടക്കുന്ന ലൈവിലും നാളെ രാവിലെ നടക്കുന്ന ബൂസ്റ്ററിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ.